ലോകമെമ്പാടും ഗവേഷകർ, എഡ്യൂക്കേറ്റേഴ്സ്, സൈക്കോളജിസ്റ്റുകൾ, പിന്നെ വൈൽഡ് ലൈഫ് വിദഗ്ധർ, അതെന്താണെന്നുള്ളത് ഇതിൻ്റെ അവസാനത്തോടെ ഞാൻ പറയാം. ഇവരെല്ലാവരും ഒരുപോലെ നിരീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ശക്തമായിട്ടുള്ള ഒരു പുരുഷൻ്റെ നേതൃത്വം ഇല്ല എങ്കിൽ അടുത്ത ഒരു തലമുറയാണ് കഷ്ടം അനുഭവിക്കുന്നതെന്ന്. ഫാമിലീസ്, കുടുംബങ്ങൾ അതിൻ്റെ ഇമ്പാക്റ്റ് അനുഭവിക്കും. കമ്മ്യൂണിറ്റീസും സമൂഹങ്ങളും അതിൻ്റെ ഇമ്പാക്റ്റ് അനുഭവിക്കും. ഇപ്രകാരമുള്ള ആധുനിക സ്റ്റഡീസൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ബൈബിൾ ഈ ഒരു സത്യത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് പിതാക്കന്മാർ ഭവനത്തിലെ നേതൃത്വം എടുക്കുന്നതിനെ പറ്റി ബൈബിൾ പറയുന്നത്? ഹലോ, ഐ എം ജോർജ് മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റർ ടു എറ്റേണിറ്റി. ആൻഡ് എല്ലാ പിതാക്കന്മാർക്കും, എല്ലാ ആത്മീക പിതാക്കന്മാർക്കും വി വിഷ് യു ഓൾ എ ഹാപ്പി ഫാദേഴ്സ് ഡേ. ബൈബിളിൽ ഈ ഫാദർഹുഡ് എന്ന് പറയുന്നത്, പിതൃത്വം എന്ന് പറയുന്നത് ഒരു സെർവൻ ലീഡർഷിപ്പ്, ദാസനായി ഇരുന്നു കൊണ്ട് തന്നെ നയിക്കുന്നതിൻ്റെ ഒരു വിളിയാണ്. അതിൽ പിതാക്കന്മാർ അവരുടെ മക്കളെ ആത്മീകമായിട്ടുള്ള രീതിയിൽ നേർച്ചർ ചെയ്യണം, അല്ലെങ്കിൽ കരുതണം. അവരുടെ കുടുംബത്തെ സ്നേഹത്തോടുകൂടി തന്നെ നയിക്കണം. ആ കുടുംബത്തെ തന്നെ ജ്ഞാനത്തോടുകൂടി മാനേജ് ചെയ്യണം. അത് ക്രൂരമായിട്ടുള്ള ഒരു പൊസിഷൻ, ടൈറനി എന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് ലീഡ് ചെയ്യുന്നതിന് പകരം ബിബ്ലിക്കൽ ലീഡർഷിപ്പ്, ബൈബിൾ പറയുന്ന നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്നത് സ്വയം ത്യാഗം, സൗമ്യത ആൻഡ് ദൈവികപരമായിട്ടുള്ളൊരു മാതൃകയെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു ആത്മീക സെർവൻ ലീഡർ ദാസനായി ഇരുന്നു കൊണ്ട് തന്നെ അങ്ങനെ ഒരു പിതാവ് നയിക്കേണ്ടത്? യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ ആകരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു സ്പിരിച്വൽ സെർവൻ ലീഡർഷിപ്പ്, ആത്മീകമായി ദാസനായി ഇരുന്നു കൊണ്ട് തന്നെ ലീഡറായി, നേതാവായി, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ തലവനായി പെരുമാറേണ്ട ആ ഒരു ഹൈ കോളിംഗ്, അതിനു വേണ്ടി ഓരോ പിതാവും ഈ പറയാൻ പോകുന്ന ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യണം. ഒന്നാമത്, ഹി ഇമിറ്റേറ്റ്സ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ അവൻ അനുകരിക്കണം. അവന് സ്വർഗീയ പിതാവുമായിട്ട് ഒരു ആഴമേറിയ ബന്ധമുണ്ടായിരിക്കണം. ക്രിസ്തുവുമായിട്ടുള്ളൊരു ബന്ധത്തിലായിരിക്കണം തൻ്റെ ഏറ്റവും ഉപരിയായിട്ടുള്ള സന്തോഷം താൻ കണ്ടെത്തേണ്ടത്. താൻ മനസ്സിലാക്കിയിരിക്കണം, തൻ്റെ കുടുംബത്തെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നയിക്കണമെങ്കിൽ കർത്താവുമായി, യേശുക്രിസ്തുവുമായി ഒരു അഭേദ്യ പേഴ്സണലായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരിക്കണം. 2, ഹി ഹാസ് ഇൻറ്റഗ്രിറ്റി. തനിക്ക് പരമാർത്ഥത ഉണ്ടായിരിക്കണം. ഒരു പിതാവ് അക്ഷരാർത്ഥത്തിലുള്ള ശാരീരിക സപ്പോർട്ടും കൃപയും പ്രോത്സാഹനവും തൻ്റെ കുടുംബത്തിന് കൊടുക്കണം. തൻ്റെ കമ്മിറ്റ്മെൻറ്റുകളെ എല്ലാം തന്നെ താൻ വളരെ കെയർഫുള്ളായിട്ടുള്ള രീതിയിൽ ബാലൻസ് ചെയ്യണം. താൻ എല്ലാ ഉത്സാഹവും എടുക്കണം. എങ്ങനെയാണ് തൻ്റെ കുടുംബത്തെ കൂടുതൽ സുരക്ഷിതമാക്കേണ്ടത്, ജ്ഞാനത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടത്, തൻ്റെ കുടുംബം തന്നെ ബഹുമാനിക്കുന്ന വിധത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിൽ താൻ ഉത്സാഹത്തോടുകൂടി തന്നെ പെരുമാറണം. ബൈബിളിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്, ഇയ്യോബ് തൻ്റെ ആ ഒരു പരമാർത്ഥതയിൽ തന്നെ നടന്നു. ദൈവസന്നിധിയിൽ കുറ്റമില്ലാതെ നടന്നു. ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചു. തൻ്റെ ഭാര്യ തന്നോട് പറഞ്ഞു, ഈ ദൈവത്തെ ശപിച്ചിട്ട് തനിക്കങ്ങ് പോയി മരിക്കരുതോ എന്ന് പറഞ്ഞിട്ടും ഇയ്യോബ് തൻ്റെ ആ പരമാർത്ഥതയും ദൈവത്തോടുള്ള വിശ്വസ്തതയും മുറുക്കപ്പിടിച്ചു. പിന്നെ മൂന്നാമത്തെയാണ്, ഹി പ്രൊട്ടക്ട്സ് ആൻഡ് ഡിഫെൻസ്. തനിക്ക് സംരക്ഷിക്കുവാനും സഹായിക്കുവാനും തൻ്റെ കുടുംബത്തെ ഡിഫെൻഡ് ചെയ്യുവാനും ഉത്സാഹമുള്ളവനായിരിക്കണം. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും തൻ്റെ കയ്യിലേക്ക് ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നവരെ സംരക്ഷിക്കുവാൻ വേണ്ടി വന്നാൽ തൻ്റെ ജീവനെ പോലും ഇറക്കി വെക്കുവാൻ ഉത്സാഹമുള്ളവനായിരിക്കണം. യോസഫ് അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തവനാണ്. ഹേരോദ് രാജാവ് യേശുക്കുഞ്ഞിനെ കൊല്ലാൻ പദ്ധതിയിട്ടു എന്നറിഞ്ഞപ്പോൾ യോസഫ് തൻ്റെ ഭാര്യയായിരുന്ന മറിയയും യേശുക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പോയി. അപ്പോൾ അതുപോലെ പുരുഷന്മാർ, പിതാക്കന്മാർ ആക്റ്റീവായി പ്രവർത്തിക്കുന്നവരായിരിക്കണം, അല്ലാതെ പാസീവായി ഇരിക്കരുത്. എങ്ങനെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്നും പറഞ്ഞ് ഇരിക്കരുത്. ഇനി ഒരു പിതാവിൻ്റെ ആത്മീക ഉത്തരവാദിത്തത്തെപ്പറ്റി ചിന്തിച്ചാലോ? ഫാദേഴ്സ് പ്രൊവൈഡ് സ്പിരിച്വൽ ആൻഡ് മോറൽ ഗൈഡൻസ്. ധാർമ്മികപരമായും ആത്മീകപരമായിട്ടുള്ള ഗൈഡൻസ് പിതാക്കന്മാർ നൽകണം. അവൻ എല്ലാ രീതിയിലും നോക്കണം, അന്വേഷിക്കണം. തൻ്റെ കുടുംബത്തിലെ ഓരോ വ്യക്തിയും അവർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വളരേണ്ടതിന് വേണ്ടി താൻ ഉത്സാഹിക്കണം. ആ കുടുംബത്തിലെ ഓരോ വ്യക്തിയുടെയും മെൻ്റൽ, ഇമോഷണൽ, ആത്മീക ആരോഗ്യത്തെപ്പറ്റിയുള്ളൊരു കൺസേൺ ആ പിതാവിനുണ്ടായിരിക്കണം. പിതാക്കന്മാരോട് ബൈബിൾ വ്യക്തമായി പറയുന്നത്, എഫേസ്യർ 6:4 തന്നെ പറയുന്നത്, മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ.
വിശ്വാസവും ജ്ഞാനവും അടുത്ത ഒരു തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് എന്നുള്ളത് പിതാക്കന്മാരുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. പിന്നെ അടുത്തത് നമ്മൾ കാണുന്നതാണ്, എ ഫാദർ ഷുഡ് ലവിംഗ്ലി ഡിസിപ്ലിൻ ഹിസ് ചിൽഡ്രൻ. ഒരു പിതാവ് തൻ്റെ മക്കളെ സ്നേഹത്തോടുകൂടി ശിക്ഷണത്തിൽ വളർത്തണം. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം ഏലിയോട് സംസാരിക്കുന്നത് തൻ്റെ മക്കളുടെ വഴിവിട്ട ജീവിതം സംബന്ധിച്ച് ദൈവം ഏലിയോടാണ് ചോദിക്കുന്നത്, അല്ലാതെ ഏലിയുടെ ഭാര്യയോടല്ല. 1 ശമൂവേൽ 2-ാമത്തെ അധ്യായം 12 മുതൽ 17 നമ്മൾ കാണുന്നത്, ഓഫ്നിയും ഫിനെഹാസും, അതായത് ഏലിയുടെ പുത്രന്മാർ, അവർ പുരോഹിതന്മാരായി സേവിക്കുമ്പോൾ തന്നെ അവരുടെ ആ പദവിയെ അവർ ദുർവിനിയോഗം ചെയ്യുകയാണ്. ദൈവത്തിന് വേണ്ടി യാഗമർപ്പിക്കുന്ന ആ വസ്തുക്കൾ, ആ മാംസം ദൈവത്തിന് അർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവരത് വേഗം അവർക്ക് വേണ്ടി എടുക്കുകയാണ്. പിന്നെ 1 ശമൂവേൽ 2:22 ആ കൂടാരത്തിൻ്റെ വാതിൽക്കലൊക്കെ സേവിച്ചുകൊണ്ടിരുന്ന സ്ത്രീകളുമായിട്ട് ഈ ഏലിയുടെ പുത്രന്മാർ ശയിക്ക കൂടി ചെയ്തു. അങ്ങനെ ഒരു നീചപാപവും കൂടെ അവർ ചെയ്യുകയായിരുന്നു. പിന്നെ 1 ശമൂവേൽ 3:13 ഏലി അറിഞ്ഞു തൻ്റെ മക്കൾ ഇപ്രകാരം നീചമായിട്ടുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ഏലി അവരെ വഴക്ക് പറയുകയോ ദൈവത്തിൻ്റെ വഴിയിലേക്ക് അവർ മടങ്ങി വരണമെന്നോ ഒന്നും തന്നെ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ദൈവം ആ കുടുംബത്തെ ന്യായം വിധിക്കുക. പിന്നീട് അടുത്താണ്, ഫാദേഴ്സ് ആർ ടു ഇൻസ്ട്രക്ട് ദെയർ ചിൽഡ്രൻ ഇൻ ഗോഡ്സ് വേസ്. ദൈവ വഴിയിൽ നടക്കുവാൻ പിതാക്കന്മാർ മക്കളെ ഉത്സാഹിപ്പിക്കണം, പഠിപ്പിക്കണം. സദൃശവാക്യം 4:1 പറയുന്നത്, മക്കളെ അപ്പൻ്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പീൻ. സദൃശവാക്യം 13:1 പറയുന്നത്, ജ്ഞാനമുള്ള മകൻ അപ്പൻ്റെ പ്രബോധന ഫലം, പരിഹാസിയോ ശാസന കേട്ട് അനുസരിക്കുന്നില്ല. ഇനി നമ്മൾ കാണേണ്ടത്, ഒരു കുടുംബത്തിൽ പിതാവിൻ്റെ ആ നേതൃത്വം എങ്ങനെയായിരിക്കണം? എ ഫാദർ ഡിസ്പ്ലേസ് സെർവൻറ്റ് ലീഡർഷിപ്പ്. ദാസനായി ഇരുന്നു കൊണ്ട് തന്നെ എങ്ങനെയാണ് നയിക്കേണ്ടത് എന്നുള്ളത് പിതാവ് മക്കൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ബിബ്ലിക്കൽ ഹെഡ്ഷിപ്പ്, ബൈബിൾ അനുസരിച്ചുള്ള നേതൃത്വം എന്ന് പറയുന്നത് ക്രിസ്തുവിന് തൻ്റെ സഭയോടുള്ള സ്നേഹം അതുപോലാണ് മോഡൽ ചെയ്തിരിക്കുന്നത്. അതായത് ക്രിസ്തു സഭയെ സ്നേഹിച്ചുകൊണ്ട് തൻ്റെ സ്വന്തം ജീവനെ ഇറക്കി വെച്ച് ആ സഭയെ വിലയ്ക്ക് മേടിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു ആ വലിയ യാഗമായി അർപ്പിക്കപ്പെട്ടത്. അപ്പോൾ അതുപോലെ ഒരു ഭർത്താവിൻ്റെ, ഒരു പിതാവിൻ്റെ അധികാരമെന്ന് പറയുന്നതിൽ ഉൾപ്പെടും ത്യാഗം, സംരക്ഷണം, തൻ്റെ ഭാര്യ, മക്കൾ, കുടുംബത്തിലുള്ള എല്ലാവർക്കുമുള്ള ആഴമേറിയ കരുതൽ. പിന്നെ രണ്ടാമതാണ്, എ ഫാദർ ഷുഡ് ബി ജെന്റിൽ ആൻഡ് നോട്ട് ഹാർഷ്. ഒരു പിതാവ് സൗമ്യനായിരിക്കണം, കഠിനഹൃദയമുള്ള ഒരു വ്യക്തി ആയിരിക്കരുത്. പിതാക്കന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ്, അവർ കഠിന ഹൃദയമുള്ളവരായിരിക്കരുത്, അവരുടെ മക്കളെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കരുത്, അവരുടെ മക്കളുടെ ആ സ്പിരിറ്റ്സിനെ ക്രഷ് ചെയ്യരുത്. ബൈബിളിൽ ചില കഠിന ഹൃദയത്തോടുകൂടി പെരുമാറിയ പിതാക്കന്മാരെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. ശൗൽ രാജാവിനെ നോക്കി, ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ്. പക്ഷെ ഭയങ്കര വോളറ്റൈലും ടെറാനിക്കലുമായിരുന്നു സ്വഭാവം. തനിക്ക് ദാവീദിനോടുള്ള അസൂയ മൂത്ത് വന്നപ്പോൾ യോനാഥാൻ, അതായത് ശൗലിൻ്റെ സ്വന്തം മകൻ യോനാഥാൻ ദാവീദിനെ സംരക്ഷിക്കുന്നു എന്ന ചിന്തയിൽ ഈ ശൗൽ രാജാവ് തൻ്റെ മകനായ യോനാഥാൻ്റെ നേരെ ആ കുന്തമെറിയുകയാണ്. പിന്നീട് കാണുന്ന മറ്റൊരു രാജാവാണ് മനശ്ശെ രാജാവ്. യഹൂദ സാമ്രാജ്യത്തിലെ ഏറ്റവും മോശമായി നടന്ന രാജാക്കന്മാരിലെ ഒരുത്തനായിരുന്നു മനശ്ശെ. തിരുവെഴുത്ത് പറയുന്നത്, മനുഷ്യരെ യാഗമായി പോലും മനശ്ശെ അർപ്പിച്ചിരുന്നു അവൻ്റെ വ്യാജ ദൈവങ്ങൾക്ക് വേണ്ടി, അതായത് മറ്റുള്ള വിഗ്രഹങ്ങൾക്ക് വേണ്ടി. അതും വ്യക്തമായി തന്നെ പറയുന്നത്, തൻ്റെ തന്നെ സ്വന്തം മക്കളെ ഹിന്നോം താഴ്വരയിൽ യാഗമായിട്ടൊക്കെ അർപ്പിച്ചു എന്ന്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, എ ഫാദേഴ്സ് റെസ്പോൺസിബിലിറ്റി ടു മാനേജ് ഹിസ് ഹൗസ് ഹോൾഡ്. തൻ്റെ കുടുംബത്തെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്, ഒരു ലീഡർ, വിശ്വാസത്തിലുള്ള ഒരു ലീഡർ, ഒരു നേതാവ്. അപ്പം നമ്മുടെ ഈ കാര്യത്തിൽ പിതാവ് എങ്ങനെയായിരിക്കണം തൻ്റെ ആ ഹൗസ് ഹോൾഡ്, തൻ്റെ കുടുംബത്തെ ജ്ഞാനത്തോടുകൂടി മാനേജ് ചെയ്യേണ്ടത്, സൗമ്യതയോടുകൂടി മാനേജ് ചെയ്യേണ്ടത്, അപ്പോൾ തന്നെ തൻ്റെ മക്കളുടെ ബഹുമാനം ലഭിക്കുന്ന വിധത്തിൽ, മക്കൾ തന്നെ ബഹുമാനിക്കുന്ന വിധത്തിൽ താൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. അതിലുൾപ്പെടും സാമ്പത്തികത്തെ ജ്ഞാനത്തോടുകൂടി മാനേജ് ചെയ്യണം. കടമൊന്നും തൻ്റെ കുടുംബത്തിലേക്ക് താൻ വിളിച്ചു വരുത്തരുത്, തൻ്റെ കുടുംബത്തിന് വലിയൊരു ഭാരമാക്കി വെക്കരുത്. 2 രാജാക്കന്മാർ 4-ാമത്തെ അധ്യായത്തിൽ നമ്മളൊരു വിധവയെപ്പറ്റി കാണുന്നുണ്ട്. പ്രവാചകനായ എലീശയോട് വന്ന് തൻ്റെ ആവശ്യം പറയുകയാണ്. അവൾ പറയുന്നത്, തൻ്റെ ഭർത്താവ് വലിയ കടമൊക്കെ ഉണ്ടാക്കി വെച്ചു, ഇപ്പോൾ അവൾക്കത് തിരിച്ചടയ്ക്കാൻ വയ്യ. അപ്പോൾ കടം കൊടുത്തവർ ഇപ്പോൾ വന്നിട്ട് തൻ്റെ മക്കളെ കൊണ്ടുപോയി വേലക്കാരാക്കാൻ പോവുക. ആ ഒരു പ്രതിസന്ധിയുമായിട്ടാണ് എലീശ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ആ വിധവ വന്നത്. എലീശ പക്ഷേ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ അവിടെ ഒരു ദൈവപ്രവൃത്തിയായിട്ടുള്ള രീതിയിൽ തന്നെ അവിടെ പ്രവർത്തിക്കുന്നു.
ആ ഒലീവ് എണ്ണയെ അവിടെ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ അത് വിറ്റ് അവിടെ കടം വിട്ടാനും പിന്നെ അതിൻ്റെ ബാക്കിയുള്ള തുക കൊണ്ട് അവക്കും തൻ്റെ പുത്രന്മാർക്കും ജീവിക്കുവാനുമായിട്ടുള്ള ഒരു പ്രവൃത്തി അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മോറൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പിതാവ് തൻ്റെ കുടുംബത്തിന് വലിയ കടഭാരമുണ്ടാക്കി വെക്കരുത്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് എ ഫാദേഴ്സ് കമ്മിറ്റ്മെൻറ്റ് ടു ദ ലോഡ്. ദൈവത്തോടുള്ള ഒരു സമർപ്പണം ഒരു പിതാവിന് വേണ്ടി അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. പഴയ നിയമത്തിൽ കൂടെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, പിതാക്കന്മാർ ആ കുടുംബത്തിൻ്റെ തന്നെ ആത്മീക ടോണിനെ സെറ്റ് ചെയ്തിരുന്നു. യോശുവ തന്നെ പറയുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. ബാക്കിയുള്ള എല്ലാവരുടെയും കാര്യം താൻ നോക്കുന്നില്ല, പക്ഷെ താൻ പറയുന്നത്, പക്ഷെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പിതാക്കന്മാർ വളരെ ആക്റ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ ദൈവത്തെ സേവിക്കുന്നതിൽ ഉത്സുകരായിരിക്കണം. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ നോക്കിയാൽ, ചർച്ചുകൾ നോക്കിയാൽ തന്നെ ചർച്ചിൽ വരുന്നവരിലെ ഭൂരിഭാഗം ആളുകളും സ്ത്രീകളാണ്, അല്ലാതെ പുരുഷന്മാരല്ല. പക്ഷെ അത് മാറണം. പുരുഷന്മാരും ആത്മീക കാര്യങ്ങളിൽ, ദൈവത്തിൻ്റെ വിഷയത്തിൽ, ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അത് ആ മക്കൾ കണ്ട് വളരണം. ഇനിയിപ്പോൾ നിങ്ങളൊരു പിതാവായിട്ടില്ല, അല്ലെങ്കിൽ ഒരു പിതാവല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് കുട്ടികളില്ല, അങ്ങനെയുള്ളവരോടും എനിക്ക് വചനത്തിൽ പറയാനുള്ളത്, അടുത്ത ഒരു തലമുറ, നിങ്ങളെക്കാട്ടിലും പ്രായം കുറഞ്ഞ പുരുഷന്മാർക്ക് നിങ്ങളൊരു ആത്മീക പിതാവാകാമല്ലോ. ആത്മീക പൈതൃകം എന്ന് പറയുന്നത്, സ്പിരിച്വൽ ഫാദർഹുഡ് എന്ന് പറയുന്നത് പണിയപ്പെടുന്നത് അത് കുറേ ഗുണദോഷങ്ങളെല്ലാം കൊടുത്തതിൽ നിന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി ആഴമേറിയ വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം മറ്റൊരു വ്യക്തിയുമായിട്ട് ആത്മീകമായിട്ടുള്ള രീതിയിൽ നമ്മൾ പുലർത്തുമ്പോഴാണ് ഒരു സ്പിരിച്വൽ ഫാദർഹുഡ് ഉണ്ടാകുന്നത്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ തന്നെ വിളിക്കുന്നത് വിശ്വാസത്തിൽ എൻ്റെ മകന് എന്ന രീതിയിലാണ് തിമോത്തിയോസിനെ പൗലോസ് വിളിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ തൻ്റെ എല്ലാ മിഷണറി യാത്രയിലും കൂടെ കൂട്ടി. തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും തിമോത്തിയോസ് കണ്ടുപഠിച്ചു. തൻ്റെ മിനിസ്ട്രിയെ ക്ലോസ് ആയിട്ടുള്ള രീതിയിൽ വാച്ച് ചെയ്യുവാൻ, ഒബ്സർവ് ചെയ്യുവാൻ പൗലോസ് തിമോത്തിയോസിനെ അനുവദിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വൈൽഡ് ലൈഫ് വിദഗ്ധർ പറഞ്ഞൊരു കാര്യം, 1980കളിൽ സൗത്ത് ആഫ്രിക്കയിലെ പിലാനസ്ബർഗ് നാഷണൽ പാർക്കിൽ പ്രായം കുറഞ്ഞ അനാഥരായിട്ടുള്ള ആനകളെ അവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ വലിയ മുതിർന്ന ആനകൾ ഇല്ലായിരുന്നുകൊണ്ട് തന്നെ ഈ പ്രായം കുറഞ്ഞ ആനകൾ വളരെ വയലൻ്റായി പെരുമാറി, വരുന്ന വിസിറ്റേഴ്സിനെയൊക്കെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ പെരുമാറുന്നു. പിന്നെ അനേക റൈനോസറസുകളെയൊക്കെ ഈ കൊച്ചാനകൾ കൊല്ലുകയായിരുന്നു. അപ്പോൾ അതിന് പരിഹാരമായിട്ടുള്ള രീതിയിൽ 1997 ആ പാർക്കിൻ്റെ മാനേജേഴ്സ് 6 വലിയ ബുൾ എലിഫൻസിനെ ക്രൂഗർ നാഷണൽ പാർക്കിൽ നിന്ന് പിലാനസ്ബർഗിലേക്ക് കൊണ്ടുവന്നു. ഈ മുതിർന്ന ആനകൾ ഈ പാർക്കിലേക്ക് വന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ വയലൻസ് ഒക്കെ കാണിച്ചുകൊണ്ടിരുന്ന ഈ യൗവനക്കാരായിട്ടുള്ള കൊച്ച ആനകൾ, ആ ആനകളുടെ ആ സ്വഭാവത്തിൽ മാറ്റം വന്നു. അവരുടെ വയലൻസ് ഒക്കെ നിന്നു. അവർ റൈനോസറസുകളെ കൊല്ലുന്നതൊക്കെയും അവസാനിപ്പിച്ചു. പെട്ടെന്ന് തന്നെ വളരെയധികം ശാന്തതയാണ് ആ പാർക്കിൽ വന്നത്. ഇത് തന്നെയാണ് മനുഷ്യരുടെ കാര്യത്തിലും. അഭാവത്തിലിരിക്കുന്ന പിതാക്കന്മാരുടെ അതിൻ്റെ ഉള്ള പ്രത്യാഘാതം കാണുന്നത് എപ്പോഴാണ്? അടുത്ത ഒരു തലമുറയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റിലും ഇമോഷണലായിട്ടുള്ള പ്രശ്നങ്ങളിലായിരിക്കും ആ ഒരു പ്രത്യാഘാതങ്ങൾ നമ്മൾ കാണുന്നത്. അതിൽ ഉൾപ്പെടും ഈ അക്കാഡമിക്കായിട്ടുള്ള പഠിത്തത്തിൽ പുറകോട്ട് പോവുക, അതായത് അടുത്തൊരു തലമുറ പഠിത്തത്തിൽ പുറകോട്ട് പോവുക, സ്വഭാവത്തിലുള്ള മോശമായിട്ടുള്ള പെരുമാറ്റത്തിലേക്ക് പോവുക, പിന്നെ ദാരിദ്ര്യത്തിൻ്റെ കൂടുതലായിട്ടുള്ള റിസ്ക്, പിന്നെ വലിയ ആഴത്തിലുള്ള ഇമോഷണൽ ട്രോമ, പിന്നെ ഏറ്റവും അധികം സാധ്യതകളുണ്ട് ഇപ്രകാരമുള്ള കുട്ടികൾ സബ്സ്റ്റൻസ് അബ്യൂസ്, അതായത് ഡ്രഗ്സും പിന്നെ ലിക്കർ, മദ്യം, പിന്നെ ആൻറ്റി സോഷ്യലായിട്ടുള്ള പ്രവർത്തികൾ ഇതിലേക്കൊക്കെ തിരിയുക എന്നുള്ളത്. നമ്മുടെ സമൂഹത്തിൽ തന്നെ നോക്കിയാൽ ക്രൈം റേറ്റുകൾ വർദ്ധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പിതാക്കന്മാരുടെ അഭാവം, അല്ലെങ്കിൽ അവരുടെ ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ്, അവരുടെ മക്കളുടെ ജീവിതത്തിൽ അവർ ആക്റ്റീവായിട്ടുള്ള രീതിയിൽ അവരൊന്നും പ്രസൻ്റ് അല്ല, അവർ ഇൻവോൾവ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു നല്ല ഗുഡ് ന്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പിതാവും പെർഫെക്റ്റ് അല്ല. ദൈവം പിതാക്കന്മാരെ പെർഫെക്റ്റ് ആവാനല്ല വിളിച്ചിരിക്കുന്നത്, ദൈവം അവരെ വിശ്വസ്തരാകാനാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങളൊരു പിതാവാണെങ്കിൽ, നിങ്ങളൊരു വല്യച്ഛനാണെങ്കിൽ, നിങ്ങളൊരു ആത്മീക മെൻറ്ററാണെങ്കിൽ, അല്ലെങ്കിൽ യൗവനക്കാരനായിട്ടുള്ളൊരു പുരുഷൻ ഭാവിയിലേക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ, ദൈവം നോക്കുന്നത് പുരുഷന്മാരാരാണെന്ന് ചോദിച്ചാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവർ, താഴ്മയോടുകൂടി നയിക്കുന്നവർ, ഇൻറ്റഗ്രിറ്റി അതായത് പരമാർത്ഥതയിൽ നടക്കുന്നവർ, അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ആരെയെല്ലാമാണോ അവർ സംരക്ഷിക്കുക, അടുത്ത ഒരു തലമുറയെ ക്രിസ്തുവിലേക്കും കൂടെ വിരൽ ചൂണ്ടുന്ന അങ്ങനെയുള്ള പിതാക്കന്മാരെയാണ് ദൈവം നോക്കുന്നത്.
നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ സമൂഹം, നമ്മുടെ ചർച്ചുകളിൽ കൂടുതൽ പാസീവായിട്ടുള്ള പുരുഷന്മാരെ, പിതാക്കന്മാരെ വേണ്ട. പകരം ദൈവികപരമായി ചിന്തിക്കുന്ന ആത്മീകമായിട്ടുള്ള പുരുഷന്മാർ, പിതാക്കന്മാരെ ദൈവത്തിന് വേണം. യോശുവ പറഞ്ഞതുപോലെ എന്ത് സംഭവിച്ചാലും ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന പുരുഷന്മാർ, പിതാക്കന്മാരെയാണ് ദൈവത്തിന് ആവശ്യം. അതുകൊണ്ട് ക്രിസ്തുവിനെ അനുകരിക്കുന്ന, ദാസന്മാരെ പോലെ നയിക്കുന്ന, ത്യാഗമനോഭാവത്തോടുകൂടി സ്നേഹിക്കുന്ന, അടുത്ത ഒരു തലമുറയിലേക്ക് വിശ്വാസത്തിൻ്റെ ആ പൈതൃകത്തെ പകർന്നു കൊടുക്കുന്ന പിതാക്കന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അതിനായിട്ട് നമ്മളും സഹകരിക്കണം. ബൈ ദ വേ, ഈ ഒരു സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ചേർന്ന് കാണുന്ന ബെൽ ബട്ടണും പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനും കൂടെ നിങ്ങൾ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, മറ്റു കുടുംബങ്ങൾ കൂടെ ഈ ഒരു സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ പേർ സത്യമറിഞ്ഞ് സത്യത്തിൻ്റെ വഴിയിലേക്ക് വരുവാൻ ദൈവം ഇടയാക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഇപ്രകാരം സന്ദേശങ്ങളുടെ ലിങ്കുകൾ നിങ്ങളുടെ ടെലഗ്രാമിലേക്കും കൂടെ ഓട്ടോമാറ്റിക്കലായിട്ടുള്ള രീതിയിൽ ഡെലിവേർഡ് ആവും. ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.